എൻ്റെ പേര് അഞ്ജന ഡൊമിനിക്. ഞാൻ തേവര എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഞാൻ ഉടമ്പടി എടുത്തത് 28 ഡിസംബർ 2022 ഞാൻ MSc ബോട്ടണി കഴിഞ്ഞിട്ട് നെറ്റ് ക്വാളിഫിക്കേഷൻ വേണം നമുക്ക് കോളേജുകളിലൊക്കെ പഠിപ്പിക്കാൻ കയറാൻ ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ എക്സാം അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. ആ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അത് വളരെ പാടായിട്ടുള്ളൊരു എക്സാമാണ്. ഞാനൊരു അത്ര ബ്രില്യൻ സ്റ്റുഡൻ്റൊന്നും അല്ല. കാരണം ഞാനവിടെ പഠിക്കുമ്പോഴേക്കും ഞാനിതിൻ്റെ കോച്ചിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ അപ്പോൾ എന്നെക്കാളും ഒക്കെ വളരെ റാങ്ക് ഹോൾഡേഴ്സും അങ്ങനെ എല്ലാ ആൾക്കാരും വന്ന് എക്സാം എഴുതുന്നതാണ്. അപ്പോൾ എനിക്കവിടെ ഈ എക്സാം വളരെ ഒരു ടഫായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അത് പൊതുവേ ഭയങ്കര പാട് എക്സാമാണ്. ഞാൻ ഇവിടെ വന്ന് എക്സാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴേക്കും പൊതുവേ ഞാനൊരു വളരെ ടെൻഷനുള്ള ആളാണ്. എനിക്ക് അതിനെല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉറക്കം അങ്ങനെ എല്ലാത്തിനെയും എന്നെ എഫക്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ എക്സാമിൻ്റെ സമയത്തും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് വളരെ ടെൻഷനായിരുന്നു. കൂടെയുള്ള പിള്ളേരൊക്കെ കാലത്തെ തൊട്ട് വൈകുന്നേരം വരെ 8 മണി തൊട്ട് 10 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും നേരമൊന്നും ഇരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ദൈവമേ, അത്രയും പോലും ഞാൻ പരിശ്രമിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നലായിരുന്നു എനിക്ക്. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ട് പിന്നെ അതാ ഈ നിമിഷം വരെ എനിക്ക് അങ്ങനെ ഒന്നിനെക്കുറിച്ചുള്ള ഒരു ആകുലതയോ ടെൻഷനോ അങ്ങനെ ഒന്നുമില്ല. ഞാനൊരു നേരത്തെ കിടന്നൊക്കെ ഉറങ്ങുമായിരുന്നെങ്കിലും എനിക്ക് കണ്ടിന്യൂസ് അങ്ങനെ ഉറക്കമൊന്നും കിട്ടാറില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമായിരുന്നു. ഇവിടെ ഉടമ്പടി എടുത്ത് പോയ പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല. പരീക്ഷയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പരീക്ഷ എനിക്ക് വളരെ പാടായിരുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും എക്സാം 3 മണിക്കൂറത്തെ എക്സാമാണ്. 3 പാർട്ടുണ്ട്. A പാർട്ട്, B പാർട്ട്, C പാർട്ട്. അതിൽ A പാർട്ട് നമ്മൾ 20-ൽ 15 എണ്ണം എഴുതാം. പിന്നെ B പാർട്ടിലാണെങ്കിൽ 35 എണ്ണം, 50 എണ്ണത്തിൽ 35 എണ്ണം. C പാർട്ടാണെങ്കിൽ 75 എണ്ണത്തിൽ നിന്ന് 25 എണ്ണം. ഈ C പാർട്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും ആ എക്സാം എഴുതിയവർക്കറിയാം വലിയ പാരഗ്രാഫൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഈ 3 മണിക്കൂറിൽ ഈ ക്വസ്റ്റ്യനുകൾ മൊത്തം വായിക്കണം. അതിൽ കറക്റ്റായിട്ടുള്ളത് സെലക്ട് ചെയ്യണം. അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങളും കൊടുക്കണം. അപ്പോൾ വളരെ എനിക്കതിനകത്ത് നോക്കുമ്പോഴേക്കും C പാർട്ട് 13 എണ്ണം, B പാർട്ട് 10 എണ്ണം, A പാർട്ട് പിന്നെ എന്തൊക്കെയോ എത്ര ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാവുന്നത് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു നാഷണൽ എക്സാമാണ്. അതിലൊരു 2% ആൾക്കാർക്കാണ് നെറ്റ് കിട്ടുക, 2% അടുത്ത ആൾക്കാർക്കാണ് JRF ഒക്കെ കൊടുക്കുക. 100,000 ആൾക്കാർ എഴുതിയ എക്സാമാണ്. അതിനകത്ത് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ലെക്ചർഷിപ്പിൽ 93ാമത്തെ റാങ്ക് തന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ എക്സാമിന് ഹെൽപ്പ് ചെയ്ത് പാസ്സാക്കി. ഞാൻ എക്സാം എഴുതുമ്പോഴേക്കും എനിക്ക് പിന്നെ എഴുതിയേ പറ്റുള്ളൂ. ഇത്ര അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മിനിമം ഇത്രയെങ്കിലും എഴുതിയാലേ ഒരു ചാൻസ് എങ്കിലും ഉള്ളൂ. അതുകൊണ്ട് ഞാനപ്പോൾ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് പോയത് എക്സാമിന്. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച അമ്മ എനിക്ക് ഇനി 1 വർഷം എടുത്തു ഈ എക്സാം. കാരണം 6 മാസം കൂടുമ്പോൾ നടത്തേണ്ടതായിരുന്നു ഈ എക്സാം. പക്ഷേ കഴിഞ്ഞ തവണ 6 മാസത്തിൽ നടത്തിയില്ല. അതും കൂടെ ചേർത്ത് ഈ ലാസ്റ്റ് ജൂണിലാണ് ഈ എക്സാം നടത്തുന്നത്. അപ്പോൾ എൻ്റെ ഓൾറെഡി 1 വർഷം ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയും അതിന് വേണ്ടി നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അമ്മ. അതുകൊണ്ട് എനിക്ക് ഈ എക്സാം എന്തായാലും തന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മ എനിക്ക് തോന്നിച്ചു, ഓക്കെ ഇത് എനിക്ക് എഴുതാം, ഈ ക്വസ്റ്റ്യൻ എഴുതാം, ഈ ക്വസ്റ്റ്യനിൽ ഈ ഉത്തരം എഴുതാം. അങ്ങനെ അമ്മ എനിക്ക് അത് എഴുതുമെന്ന് എനിക്കങ്ങ് തോന്നി. ഞാൻ ആ ക്വസ്റ്റ്യനുകളൊക്കെയാണ് എഴുതിയത്. ആ ഓപ്ഷനുകൾ മാത്രമാണ് ഞാൻ കൊടുത്തത്. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇനി അമ്മ നോക്കിക്കോളും. ഞാൻ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും എൻ്റെ കൂടെയുള്ള എല്ലാ പിള്ളേരും പറഞ്ഞത് ഭയങ്കര പാടായിരുന്നു, എനിക്കും പാടായിരുന്നു. അപ്പോൾ എല്ലാവരും വളരെ ബുദ്ധിമുട്ടി ഒക്കെയാണ് ഇറങ്ങിയത്. പക്ഷേ എനിക്കത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അത്ര സന്തോഷവുമില്ല, വലിയ സങ്കടവുമില്ല. എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ഞാൻ ഉടമ്പടി എടുത്തതാണ്. ഇതിനകത്ത് ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്, പത്രം വായിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ അമ്മ എനിക്ക് ഇത്രയെങ്കിലും തരാണ്ടിരിക്കും, നെറ്റെങ്കിലും എനിക്ക് എന്തായാലും ഉറപ്പായിട്ട് തരും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ സമാധാനമായിട്ടാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് എക്സാം വരുമ്പോഴേക്കും എനിക്കിതുപോലെ 93 എയർ റാങ്ക് ഉണ്ട് ലെക്ചർഷിപ്പിൻ്റെ നെറ്റ് ലെക്ചർഷിപ്പിനകത്ത്.
പിന്നെ ഞാൻ ഉടമ്പടിയൊക്കെ എല്ലാം കറക്റ്റായിട്ടൊക്കെ ചെയ്യുമായിരുന്നു. ഉടമ്പടി തൈലം ഉപയോഗിക്കുമായിരുന്നു. പഠിക്കാൻ പോകുന്നതിന് മുന്നേ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ചിട്ട് പോകുമായിരുന്നു. ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുമായിരുന്നു. പോണേന് സ്ഥലത്ത്, ഞാൻ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഉപവാസം എല്ലാ ചൊവ്വാഴ്ചയും ഫാസ്റ്റ് ചെയ്യുമായിരുന്നു. അച്ഛൻ്റെ സമയം പോലെ അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു. 12 മണിയായാലും ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ് വരുന്ന ഒരു 10-10:30 ആകുമ്പോഴായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ചെയ്ത് വരുമ്പോഴും ലേറ്റാവും. ഞാൻ 1 മണിക്കാണെങ്കിലും ഒക്കെ ഇരുന്ന് ഞാൻ അച്ഛൻ്റെ ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ അമ്മയാണെങ്കിലും എനിക്ക് അവിടെ നിൽക്കുമ്പോൾ ചെയ്യാൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മേനോട് പറഞ്ഞിട്ട് അമ്മയായിട്ട് പോയി ആഹാരം കൊടുക്കാനും ശുശ്രൂഷിക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ ചെയ്യുമായിരുന്നു. ഞാൻ പഠിച്ച സ്ഥലത്താണെങ്കിൽ ആർക്കെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ടൊന്ന് പറ്റുന്ന രീതിയിൽ ഞാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനും അങ്ങനെയെല്ലാം ഞാൻ ചെയ്ത് മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് എക്സാം ക്വാളിഫൈ ആയി. ഞാൻ ഈ പ്രെയർ ചൊല്ലുമ്പോഴേക്കും കൂടെ ഉള്ളവരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. അതായത്, നീ ഈ പ്രെയർ ചൊല്ലാൻ കളയുന്ന സമയം ഉണ്ടെങ്കിൽ നിനക്ക് അതിനകത്ത് പോയി പഠിച്ചാൽ നിനക്ക് പിന്നെയും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് എന്നോട് പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. അപ്പം ഞാൻ മനസ്സിലോർത്ത് എനിക്ക് ഇവിടെ വന്ന് നിന്ന് ഇതുപോലെ സാക്ഷ്യം പറയണം, അതവർ കാണണം, അപ്പോൾ അത് അവർക്കൊരു മോട്ടിവേഷൻ ആവണമെന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അത് കൂടാണ്ട് എന്നെ മാറ്റി നിർത്തിയവരും എനിക്ക് പറ്റില്ലെന്ന് വിചാരിച്ചവരും ഒക്കെ എനിക്കറിയാം. ഞാൻ അതൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മെയിൻ പഠിച്ചത് ഈ CSIR-ന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഗേറ്റ്, DBT, ICMR ഇങ്ങനത്തെ കുറേ പരീക്ഷകളൊക്കെ നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നു. ഞാനും എല്ലാവരെയും പോലെ എല്ലാ പരീക്ഷയും എഴുതി. പക്ഷേ ഒരു പരീക്ഷ പോലും ഞാൻ ക്വാളിഫൈ ആയില്ല. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിന്നിട്ട് എനിക്ക് എന്താ ഇങ്ങനെ ഒന്നും എഴുതാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ഓരോ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ CSIR അല്ലേ എഴുതിയത്, അപ്പോൾ എനിക്ക് എന്തായാലും അമ്മ CSIR തരും എന്ന് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച് പഠിച്ചത്. എൻ്റെ ഒരു നമ്മൾ ആ 3 മണിക്കൂർ എന്ത് ചെയ്യുന്നു എന്നുള്ളതോ, നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതോ, അല്ലെങ്കിൽ നമുക്ക് എന്തോരം അറിയാമെന്നുള്ളതോ അല്ല. ആ 3 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 3 മണിക്കൂർ നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ എഴുതുന്നു, അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ മാനസികാവസ്ഥ, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ടെൻഷനുള്ള ഒരാളായതുകൊണ്ട് എൻ്റെ സാർ എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു, സമാധാനമായിട്ട് പരീക്ഷ എഴുതണം എന്നാലേ കിട്ടുകയുള്ളൂ. പക്ഷേ എനിക്കത് എന്നെ കൊണ്ടൊക്കണ കാര്യമല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഇതുവരെ എനിക്ക് ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടി വന്നിട്ടില്ല. എനിക്ക് അമ്മ ഇങ്ങനെ കൂടെ ഉള്ള പോലെയാണ്. ഞാനിപ്പോൾ എന്താവശ്യം വന്നാലും നിസ്സാര കാര്യങ്ങളാണെങ്കിൽ കൂടി ഞാൻ അപ്പം തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, അമ്മ എനിക്കുള്ളതാണെങ്കിൽ ഇത് സാധിച്ചു തരണേ. അപ്പോൾ എനിക്കെപ്പോഴും ഞാൻ ഇടയ്ക്ക് ഉടമ്പടി, ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ പുതുക്കൽ കഴിഞ്ഞു. അപ്പം ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം, ആദ്യത്തെ ഉടമ്പടി എടുത്ത ശേഷം പിന്നെ പുതുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. കാരണം ഞാൻ വെച്ച ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഉടമ്പടി പുതുക്കണോ വേണ്ടയോ എന്നുള്ള ഇതിലായിരുന്നു. അമ്മേനോട് ചോദിച്ചു. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞേടി, അത് പിശാചിൻ്റെ തന്ത്രമാണ്, നീ പോയി എന്തായാലും ഉടമ്പടി പുതുക്ക്, എന്തായാലും കിട്ടും, സമയമാകുമ്പോൾ അത് കിട്ടും എന്ന് പറഞ്ഞു. ഞാനും അങ്ങനെ കൺഫ്യൂഷനിലായി ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഈ പോയ ടെൻഷനും ഉറക്കക്കുറവും രാത്രിയിലത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഉടമ്പടി പുതുക്കണം. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ പുതുക്കിക്കോളാം. പിന്നെ എനിക്കത് ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ എക്സാമിൻ്റെ കാര്യം അങ്ങനെ എൻ്റെ അമ്മ എനിക്കെല്ലാം ശരിയാക്കി തന്നു. എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ കൂളായിട്ടാണ് എക്സാം എഴുതിയത്. കിട്ടില്ല ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ എനിക്ക് ഇനി ഇല്ലെന്നറിഞ്ഞിട്ട് കൂടെ എനിക്ക് അങ്ങനെ അമ്മ ഒരു ടെൻഷനോ ഒന്നും ഇല്ലാണ്ട് ആ 3 മണിക്കൂർ എന്നെ അമ്മേനെ കരുതി തന്നെയാണ് എന്നെ എക്സാം എഴുതിച്ചത്. അപ്പോൾ പിന്നെ എനിക്ക് നെറ്റ് ക്വാളിഫൈ ആവാൻ 93% വേണ്ടത്. അമ്മ എനിക്ക് 95.4% തന്നിട്ട് എന്നെ പാസ്സാക്കിയത് എക്സാം. എനിക്ക് അത്യാവശ്യം നെറ്റ് ക്വാളിഫൈഡ് ആവാനുള്ള മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് എൻ്റെ അമ്മ എനിക്ക് തന്നു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നെ രണ്ടാമത്, എൻ്റെ അമ്മയ്ക്ക് 3 വർഷങ്ങളൊക്കെ അടുത്തായിട്ട് എൻ്റെ അമ്മയ്ക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ കാലത്തൊട്ട് വൈകുന്നേരം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും അങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയൊക്കെ നടക്കുമായിരുന്നു. ഞാനിവിടെ ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അമ്മ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇതുവരെ ഒരു മുട്ടുവേദനയും വന്നിട്ടില്ല. ഞങ്ങൾ ടൂറൊക്കെ പോയി. അപ്പോൾ അവിടെ കുറേ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കാല് വേദന എടുത്തെന്നല്ലാണ്ട് എൻ്റെ അമ്മയുടെ മുട്ടിന് ഒരു കുഴപ്പമില്ല, ഒരു മുട്ടുവേദന പോലും അന്ന് വന്നില്ല.
അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് രോഗസൗഖ്യം കൊടുത്തു ഉടമ്പടി തൈലത്ത് എല്ലാം ഉപയോഗിച്ചതുകൊണ്ട് എൻ്റെ അമ്മ മാതാവ് എൻ്റെ അമ്മയുടെ മുട്ടുവേദന പൂർണ്ണമായിട്ട് മാറ്റി. ഒരു മുട്ടുവേദനയില്ല. ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഒരു മെഡിസിനോ ഒരു ബാം പോലും ഉപയോഗിക്കാറില്ല. അമ്മ രാത്രി കിടക്കുമ്പോൾ ആ ഉടമ്പടി തൈലം എടുത്ത് ഉപയോഗിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉടമ്പടി തൈലം കുരിശ് വരയ്ക്കും. എല്ലാവരും കുരിശ് വരച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അല്ലാണ്ട് വേറെ മുട്ടിന് വേണ്ടിയിട്ട് വേറെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. മുട്ടിൽ ബാൻഡ് ഇടുമായിരുന്നു വേദന നീർക്കെട്ട് വരാതിരിക്കാനുള്ള. ഇപ്പം അതും ഇടാറില്ല. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞിട്ട് 15 വർഷമായി. അപ്പോൾ ആ സമയത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ പെയിൻറ്റിങ് ഒന്നും ചെയ്യാണ്ടാണ് കയറി താമസിച്ചത്. ജസ്റ്റ് ഒരു വൈറ്റ് കോട്ട് അടിച്ചിട്ടാണ് കയറിയത്. പക്ഷെ നമ്മൾ പിന്നീട് അത് നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിൽ വെച്ച് ലാസ്റ്റ് നമുക്ക് പിന്നെ എത്ര ചിട്ടി ചേർന്ന് നോക്കി, അങ്ങനെ പല കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷെ ഒരു തവണ പോലും നമുക്ക് ആ വീടൊന്ന് പെയിൻ്റ് അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വീടൊക്കെ വളരെ മോശം അവസ്ഥയിലായി. ലീക്കേജ് എന്നൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങളിലായി. അപ്പം ഞാനിവിടെ ഒരു ദിവസം ഞാനിവിടെ പറ്റുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവും. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ഒരു സാക്ഷ്യം കേട്ടു. അതായത് ഇവിടെ നിന്ന് പറഞ്ഞതാണ് ഒരു സാക്ഷ്യം. ആ ചേച്ചി പറഞ്ഞ ആ ചേച്ചിയുടെ വീടിൻ്റെ പ്ലാസ്റ്ററിങ് ഒന്നും നടന്നിട്ടില്ല. ആ ചേച്ചിക്ക് തേച്ചിട്ടൊന്നുമില്ല വീട്. അപ്പോൾ അവർക്ക് അവർ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരു പെയിൻ്റ് അടിയല്ലേ, ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ആൾക്കാർ ഉടമ്പടിയിൽ ചോദിക്കുന്നില്ലേ, അപ്പോൾ എനിക്കും ഇതെന്താ ചോദിച്ചാൽ എന്ന് വിചാരിച്ച് ഞാനും ഉടമ്പടിയിൽ വെച്ചിട്ടൊന്നും ഉണ്ടായില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഞാൻ ഇങ്ങനെ വീട് കാണുമ്പോൾ പ്രാർത്ഥിക്കായിരുന്നു, അമ്മേ ഇത് പെയിൻ്റ് അടിച്ചില്ലല്ലോ, പെയിൻ്റ് അടിക്കാൻ പറ്റിയില്ലല്ലോ, ഇതുവരെ ശരിയായില്ലല്ലോ എന്ന്. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് 4ാമത്തെ മാസം പെയിൻ്റ് അടി നടന്നു. 15 വർഷമായിട്ട് ഞങ്ങൾ വിചാരിച്ചിട്ട് നടക്കാഞ്ഞൊരു കാര്യമാണ് അത്. അമ്മ മാതാവ് കാരണം ഞങ്ങൾക്കത് സാധിച്ചു കിട്ടി. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യം. ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു.